വിനീത് ശ്രീനിവാസന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഒരു ജാതി ജാതകം എന്ന് പറയുന്ന സിനിമ ഇന്നലെ കണ്ടു. ഈ സിനിമയെക്കുറിച്ച് ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ ഇതൊരു ചിരിയുടെ മാലപ്പടക്കം തീർക്കുന്ന ഒരു സിനിമയാണ്. തുടക്കം മുതൽ അവസാനം വരെ ചിരി മുഹൂർത്തങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ഒരു സിനിമയാണ് ഇത്. പക്ഷേ ഈ സിനിമയിൽ കുറച്ച് എന്താ പറയുക, കുറച്ച് സെൻസിറ്റീവ് ആയിട്ടൊരു ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ കൈകാര്യം ചെയ്തിരിക്കുന്ന രീതി എല്ലാവരും എങ്ങനെ എടുക്കും എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഈ സിനിമ കാണുമ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നത്. അതെന്താണ് ഞാൻ പറയാം. അതിന് മുമ്പ് ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുമ്പോൾ, വിനീത് ശ്രീനിവാസൻ ചെയ്യുന്ന ജയേഷ് എന്ന് പറയുന്ന കഥാപാത്രം ഒരു പെണ്ണിനെ അന്വേഷിച്ച് നടക്കുന്ന തുടങ്ങിയിട്ട് കുറേ കാലമായി. 38 വയസ്സായി പുള്ളിക്ക്. 38 വയസ്സായിട്ടും പുള്ളി കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പുള്ളി വളരെ ഡെസ്പറേറ്റ് ആയിട്ട് എല്ലാ ആഴ്ചയും നാട്ടിലേക്ക് വന്നിട്ട്, ചെന്നൈയിലാണ് വിനീത് ശ്രീനിവാസൻ്റെ ക്യാരക്ടർ ഉള്ളത്, ചെന്നൈയിൽ നാട്ടിലേക്ക് വന്നിട്ട് പെണ്ണ് കാണുകയും അത് കഴിഞ്ഞ് ഉണ്ടാകുന്ന കുറേ സംഭവമുഹൂർത്തങ്ങളൊക്കെയാണ് ഈ സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് ലെസ്ബിയൻ ആ ഒരു അല്ലെങ്കിൽ ഗേ ലെസ്ബിയൻ പരിപാടി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തും എന്ന ഒരു സംശയം എനിക്കുണ്ട്. പക്ഷെ എന്നാലും സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ നല്ല കയ്യടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഒരു OTT ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ചർച്ചകൾ ഒരുപാട് ഉണ്ടാവാൻ സാധ്യത ഉള്ളൊരു സിനിമയാണ് ഒരു ജാതി ജാതകം. അതുകൊണ്ട് തന്നെ ഈ സിനിമ എന്താ പറയുക, തിയേറ്ററിൽ ഫാമിലി ഓഡിയൻസ് കയറി കഴിഞ്ഞാൽ നന്നായിട്ട് ചിരിയാണ് മെയിനായിട്ട് ഹൈലൈറ്റ്. വിനീത് ശ്രീനിവാസൻ ആറാടുകയാണ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ സംശയമൊന്നുമില്ല. അതിന് മാത്രം വിനീത് ശ്രീനിവാസൻ വളരെ എന്താ പറയുക, നന്നായിട്ട് ആ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളാണ് രാകേഷ് മാന്തോടി. പക്ഷെ പുള്ളി ഈ സിനിമയിൽ വരുമ്പോൾ ഫുൾ എന്താ പറയുക, മൊത്തത്തിലൊരു ചേഞ്ച് ഈ സിനിമയിൽ വരുത്തുന്നുണ്ട്. കോമഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡൾട്ട് കോമഡി അല്ല, എന്നാലും കുറച്ച് നമ്മൾ നാട്ടിലൊക്കെ പറയുന്നതായിട്ടുള്ള കുറച്ച് നാടൻ പ്രയോഗങ്ങൾ വളരെയധികം ഉപയോഗിച്ചുള്ളൊരു സിനിമയാണ്. ചിരിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ സിനിമ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ചിരിപ്പടമാണ്. പക്ഷെ എന്നാൽ കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതായത് സ്ത്രീകൾക്ക് എതിരെയുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ മിസോജിനി, അതുപോലെ തന്നെ ബോഡി ഷേമിങ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ സിനിമ സംസാരിക്കുന്നുണ്ട്. അത് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തും എന്നുള്ള കാര്യം മാത്രമാണ് ഒരു ഇതുള്ളത്. ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസ് മാത്രമായിട്ട് ഇതിനെ കാണാതെ ഇത് കണ്ടിട്ട് ആൾക്കാർ മനസ്സിലാക്കുമോ ഇല്ല എന്നൊക്കെ എന്താ പറയുക, നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്തായാലും ഒരു ചിരിപ്പടം ആണ് എന്നാണ്